നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം, കേരളത്തിലെ CPM-ൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു വാക്കില്ല, അതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല. എല്ലാറ്റിനും കാരണഭൂതൻ, എല്ലാറ്റിൻ്റെയും ക്യാപ്റ്റൻ അത് പിണറായി തന്നെയാണ്. പിണറായി പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി ഒരു ഇഞ്ച് വഴിമാറി സഞ്ചരിക്കില്ല. അത് നേതാക്കൾക്കും അണികൾക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ഈ അപ്രമാദിത്വത്തെ ആരും എതിർക്കുന്നില്ല, എതിർക്കാൻ ധൈര്യമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാറില്ല എന്ന് നമുക്ക് പറയാമെങ്കിലും ഇപ്പൊ CPM-ൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങേയറ്റം കരുത്തനായതുകൊണ്ട് ആരും അദ്ദേഹത്തെ എതിർക്കാൻ ധൈര്യപ്പെടുന്നില്ല. അദ്ദേഹത്തെ പേടിച്ചു തന്നെയാണ് പാർട്ടിയിലെ മറ്റു നേതാക്കൾ കഴിയുന്നത്. അദ്ദേഹത്തിന്റെ ഇഷ്ടക്കേടിന് വിധേയനായാൽ പിന്നെ പാർട്ടിയിലില്ല, അവന്റെ പാർട്ടിയിലെ കാര്യം തീർന്നു, കട്ടപ്പുകയായി. അതാണ് സ്ഥിതി. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രിയെ പേടിക്കാം, പിണറായി വിജയനെ പേടിച്ചു കഴിയാം. പക്ഷേ മുഖ്യമന്ത്രിയുടെ മരുമകനെ കൂടെ പേടിച്ച് ജീവിക്കാൻ വയ്യ, അങ്ങനെ കഴിയാൻ വയ്യ. ആ ഒരു ചിന്തയാണ് ഇപ്പോൾ മന്ത്രിസഭയിലും പാർട്ടിക്കുള്ളിലുമൊക്കെ അസ്വാസ്ഥ്യത്തിന്റെ, അതൃപ്തിയുടെ പ്രതിഫലനങ്ങൾ കണ്ടു തുടങ്ങിയതിന്റെ കാരണം. ടൂറിസം PWD മന്ത്രിയായ മുഹമ്മദ് റിയാസിന്, അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകൻ കൂടിയാണ്, മുഖ്യമന്ത്രിയുടെ മകളെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് മന്ത്രിസഭയിലും പാർട്ടിയിലും കിട്ടുന്ന അമിതമായ പ്രാധാന്യം, അല്ലെങ്കിൽ പരിഗണന, അല്ലെങ്കിൽ അദ്ദേഹം സീനിയോറിറ്റിയൊക്കെ വകവെക്കാതെ ഇങ്ങനെ നിരന്തരം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അതൊക്കെയാണ് പാർട്ടിയിലെ അതൃപ്തിയുടെ വിത്തുകൾ പാകിയത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്ക് അതൊക്കെ കൂടുതൽ ശക്തിപ്പെടും, അത്തരത്തിലുള്ള അതൃപ്തിയും അസ്വസ്ഥതയും ഒക്കെ കൂടുതൽ ബലപ്പെടും. അതാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അതാണ് ഇപ്പോൾ CPM-ൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് റിയാസിന്റെ പാർട്ടിയിലെ അല്ലെങ്കിൽ ഗവൺമെന്റിലെ വളർച്ചയുടെ ഗ്രാഫ് ഒന്ന് പരിശോധിച്ചാൽ അത് മനസ്സിലാകും. ആദ്യമായിട്ട് നിയമസഭാംഗമാകുന്നു, മന്ത്രിയാകുന്നു. മന്ത്രി എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാന്തരം വകുപ്പുകൾ, പൊതുമരാമത്തും ടൂറിസവും, നല്ല ബജറ്റ് അലോക്കേഷനുള്ള PWD, അതുതന്നെ ഗ്ലാമറുള്ള ടൂറിസം. ഇത് രണ്ടും ആരും ആഗ്രഹിക്കുന്ന രണ്ട് വകുപ്പുകളാണ്. രണ്ടും അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിന് ലഭിക്കുന്ന അമിതമായ പരിഗണന. അദ്ദേഹം കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റിയാവുമെന്ന് വിചാരിച്ചു. പക്ഷെ എന്തോ കാരണങ്ങളാൽ അതിന്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അദ്ദേഹത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ കിട്ടുന്ന പ്രത്യേക പരിഗണനയോ പ്രാധാന്യമോ മാത്രമല്ല പ്രശ്നമായിട്ടുള്ളത്. അദ്ദേഹത്തെ CPM-ന്റെ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്ന തോന്നൽ അദ്ദേഹത്തെക്കാൾ സീനിയറായ, അർഹത വേണ്ടുവോളമുള്ള മറ്റ് നേതാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പിണറായി വിജയന് ശേഷം കേരള CPM-ൽ എന്ത് എന്ന ചോദ്യം കൂടെ ഇപ്പോഴത്തെ ഈ അസംതൃപ്തിയിൽ അന്തർഭവിച്ചിട്ടുണ്ട് എന്ന് സാരം. ഈ മന്ത്രിസഭയിലെ 2 സീനിയർ മന്ത്രിമാരാണ്, ഞാൻ പറഞ്ഞല്ലോ, കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ P. രാജീവും KN. ബാലഗോപാലും. പക്ഷെ അവരെടുക്കുന്ന പണിക്ക് അർഹമായ, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ട അംഗീകാരം ഈ 2 മന്ത്രിമാർക്ക് കിട്ടുന്നുണ്ടോ എന്ന് അവർക്ക് തന്നെ സംശയം തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല. അതേസമയം ഒട്ടും വിയർക്കാത്ത ചില ആളുകൾ ക്രെഡിറ്റുമായിട്ട് പോവുകയും ചെയ്യുന്നു. P. രാജീവ് വ്യവസായ വകുപ്പ് നടത്തിക്കൊണ്ടുപോകുന്ന കാര്യത്തിൽ വലിയ പരാതികളൊന്നുമില്ല. കേരള സംസ്ഥാനം നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ 1ാം റാങ്കിലേക്ക് വന്നതൊക്കെ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്താണ്. അത് ധാരാളം വിവാദങ്ങൾ ഉണ്ടാക്കി. അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് മറ്റു ചില കാഴ്ചപ്പാടുകളൊക്കെ സമൂഹത്തിന്റെ മുമ്പിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ കേരളം നിക്ഷേപ സൗഹൃദത്തിൽ 1ാമത് എത്തി എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, അത് സാമാന്യം നല്ല വിജയമായിരുന്നു. പ്രതിപക്ഷം പോലും അതിൽ പങ്കെടുത്തു. അങ്ങനെ അദ്ദേഹം ഒരു ഗ്ലാമറിൽ നിൽക്കുകയായിരുന്നു, ഒരു ലൈം ലൈറ്റിൽ ശ്രദ്ധാകേന്ദ്രമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ മന്ത്രിസഭയുടെ 4ാം വാർഷികമായപ്പോഴേക്ക് വ്യവസായ വകുപ്പിന് കിട്ടേണ്ട പ്രാധാന്യം അല്ലെങ്കിൽ അംഗീകാരം ലഭിച്ചു അല്ലെങ്കിൽ കൊടുത്തു എന്നൊക്കെ ഭരണപക്ഷം പറയും, സർക്കാർ വൃത്തങ്ങൾ പറയും, പാർട്ടിയും പറയും. പക്ഷെ നമുക്ക് നിഷ്പക്ഷമായിട്ടൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അത് ലഭിച്ചിട്ടുണ്ടോ? ഈ വിഴിഞ്ഞം തുറമുഖം, അതുപോലെ തന്നെ റോഡ് വികസനം. ഈ റോഡ് വികസനം ഏതാണ്ട് ഒരു 80-90% നടന്നത് ദേശീയ പാതയുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ടാണ്. പക്ഷെ ഇതൊക്കെയാണ് ഉയർത്തിക്കാട്ടുന്നത്, റോഡ് വികസനം, അതുപോലെ തന്നെ വിഴിഞ്ഞം തുറമുഖം മുതലായവ.
അവിടെ വ്യവസായ വകുപ്പിന് വേണ്ട ഒരു അംഗീകാരവും പ്രാധാന്യവും ലഭിച്ചോ? ഈ KSIDC ആണ് വ്യവസായ വകുപ്പിന്റെ ഒരു ബാക്ക് ബോൺ, അല്ലെങ്കിൽ ഒരു നട്ടല്ലെന്ന് പറയുന്നത്. അവിടുത്തെ MD ഈ അടുത്ത കാലത്ത് മാറ്റിയത് പോലും മന്ത്രി അറിഞ്ഞില്ല എന്നാണ് അരമന കഥകളിൽ കേൾക്കുന്നത്. ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചാൽ അങ്ങനെയല്ല, എന്റെ അറിവോടുകൂടിയാണെന്നായിരിക്കും P. രാജീവ് പറയുക. പക്ഷെ അങ്ങനെ അല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾ KN ബാലഗോപാലിനെ നോക്ക്. രാജ്യമല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അദ്ദേഹം ഈ കടത്തിന്റെ കണക്കൊക്കെ പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. കടവ് കുറഞ്ഞെന്നാണ് പറയുന്നത്. പക്ഷെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. ഖജനാവ് പൂട്ടാവുന്ന സാഹചര്യങ്ങൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ സകല പാപഭാരങ്ങളും KN ബാലഗോപാൽ എന്ന മന്ത്രിയുടെ തലയിലേക്കാണ് എല്ലാവരും കൂടെ ചേർന്ന് വയ്ക്കുക, പാർട്ടി അടക്കം. അതിന്റെ ഉത്തരവാദിത്വം KN ബാലഗോപാലിനാണ്. പക്ഷെ സത്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ചില സൂപ്പർ ധനകാര്യമന്ത്രിമാരാണ് ധനവകുപ്പിലെ പല കാര്യങ്ങളിലും അന്തിമ തീരുമാനമെടുക്കുന്നത്. ധനവകുപ്പ് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തടസ്സവാദം ഉന്നയിച്ചാൽ യാതൊരു സംശയവും വേണ്ട, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നവർക്ക് അക്കാര്യത്തിൽ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് ഓവർറൂൾ ചെയ്യപ്പെടും. ധനവകുപ്പിൽ നിന്ന് പോകുന്ന ചില നിർദ്ദേശങ്ങൾ അത് അവിടെ CMOയില് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തടസ്സം സൃഷ്ടിക്കപ്പെടുന്നു, അത് മുന്നോട്ട് പോകുന്നില്ല. MP രാജേഷിനെ ഈ മന്ത്രിസഭ രൂപവൽക്കരിച്ചപ്പോൾ മന്ത്രിസ്ഥാനം ലഭിച്ചിരുന്നില്ല, സ്പീക്കർ ആക്കുകയാണ് ചെയ്തത്. പിന്നീട് MP ഗോവിന്ദൻ മാഷിനെ പാർട്ടി സെക്രട്ടറി ആക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് തദ്ദേശ ഭരണ വകുപ്പിന്റെ ചുമതല ലഭിച്ചത്. അദ്ദേഹം ഇപ്പോഴും പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം മാത്രമാണ്. വളരെ സീനിയറായിട്ടുള്ള ഒരു നേതാവാണ്, വളരെ പ്രതീക്ഷ ഉണർത്തുന്ന ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് തുടരുകയാണ്. മറ്റു പലരും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വളരെ അനായാസം എത്തിയപ്പോൾ എറണാകുളത്ത് സംസ്ഥാന സമ്മേളനത്തിൽ 6-7 പേര് അങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെട്ടവരാണ്. അതിനെ കുറ്റം പറയുകയല്ല, അത് തെറ്റാണെന്ന് പറയുകയല്ല, ചെറുപ്പക്കാർ വരുന്നത് നല്ല കാര്യമാണ്. പക്ഷെ ഇത്തവണത്തെ സംസ്ഥാന സമ്മേളനത്തിലെങ്കിലും അദ്ദേഹം സെക്രട്ടേറിയറ്റിലെത്തും എന്ന് എല്ലാവരും കരുതിയതാണ്. കാരണം പാലക്കാട് നിന്നുള്ള AK ബാലൻ പ്രായപരിധി കഴിഞ്ഞ് ഏതാണ്ട് ഒഴിവായി. അപ്പോൾ ആ സ്ഥാനത്തേക്ക് അദ്ദേഹം വരേണ്ടതായിരുന്നു. ദിനേശ് പുത്തലത്ത്, KN സലീഹ, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ ആളുകള് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോഴാണ് പാർലമെന്ററി പ്രവർത്തന രംഗത്തും മന്ത്രി എന്ന നിലയിലും നല്ല പ്രവർത്തന പാരമ്പര്യമുള്ള MP രാജേഷ് വെറും സംസ്ഥാന കമ്മിറ്റി അംഗമായി തുടരുന്നത്. നിരാശ തോന്നുക സ്വാഭാവികമല്ലേ? മുഹമ്മദ് റിയാസൊക്കെ എറണാകുളം സമ്മേളനത്തിൽ തന്നെ സെക്രട്ടേറിയറ്റ് അംഗമായി. എന്തോ ചെറിയ വ്യത്യാസത്തിലാണ് ഇത്തവണ കേന്ദ്ര കമ്മിറ്റി അംഗമാകാതെ പോയത്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൈരളി TV സംഘടിപ്പിച്ച ഒരു ചർച്ച ഞാൻ ഓർക്കുകയാണ്. അതിൽ പങ്കെടുത്തിരുന്നു. ഇപ്പോഴത്തെ മന്ത്രി KN ബാലഗോപാലൊക്കെ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അന്നത് ആങ്കർ ചെയ്തത് അല്ലെങ്കിൽ അവതാരകനായിരുന്നത് ജോൺ ബ്രിട്ടാസ. പാലക്കാട് മണ്ഡലത്തിൽ അന്ന് MP വീരേന്ദ്രകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് MP രാജേഷ് വിജയിച്ചു വന്നത്. ആ ചർച്ചയിൽ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, CPMന്റെ ഒരു ഭാവി സംസ്ഥാന സെക്രട്ടറി ആവാൻ വേണ്ട എല്ലാ യോഗ്യതകളുള്ള ഒരാളാണ് MP രാജേഷ് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്ന് ആ ചർച്ചയിൽ അവതാരകനായിരുന്ന ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാം. രാജേഷ് ഇപ്പോഴും സംസ്ഥാന കമ്മിറ്റി വരെ ആയിട്ടേ ഉള്ളൂ. കെട്ടിക്കിടന്ന പലതും പൊട്ടി പുറത്തേക്ക് വന്നത് കഴിഞ്ഞ ദിവസം നടന്ന സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട 1,200 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് തിരുവനന്തപുരത്ത് നടപ്പാക്കിയത്. അതിന് 80 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെ, മറ്റൊരു 80 കോടി തദ്ദേശ ഭരണ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് കൊടുത്തതാ. 40 കോടി നമ്മുടെ കോർപ്പറേഷന്റെ. PWD എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഇതിൽ 5 പൈസയുടെ ചെലവില്ല, 1 രൂപ കൊടുത്തിട്ടില്ല. ചെലവാക്കിയത് കേന്ദ്ര ഫണ്ടിൽ നിന്ന്, തദ്ദേശ ഭരണ വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന്, കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്ന്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കൊണ്ടുപോയതാരാ? നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ്. നഗരത്തിൽ ഉയർത്തിയ ഹോർഡിങ്ങുകളിൽ മുഴുവൻ, ഫ്ലെക്സ് ബോർഡുകളിൽ മുഴുവൻ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മരുമകൻ കൂടിയായ PWD മന്ത്രിയും മാത്രമായിരുന്നു. വെറും മുഖ്യ അതിഥിയായിട്ടാണ് MP രാജേഷിനെ ക്ഷണിച്ചത്. അത് വലിയ പ്രശ്നമായി. MP രാജേഷ് മുഖ്യമന്ത്രിയോട് പരാതി പറഞ്ഞു എന്ന് കേൾക്കുന്നു. പക്ഷെ അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കണമല്ലോ. നിഷേധിക്കാതെ അദ്ദേഹത്തിന് മന്ത്രിയായിട്ട് തുടരാൻ പറ്റത്തില്ല. എന്തായാലും മുഖ്യമന്ത്രി വന്നില്ല. മറ്റു പല യോഗങ്ങളിലൊക്കെ പങ്കെടുത്തതാണ്. പക്ഷെ പെട്ടെന്ന് പനിയുണ്ടായി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ യോഗത്തിന് വരാതിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. പിന്നെ ശിവൻകുട്ടിയാണ്, തിരുവനന്തപുരത്തുള്ള മന്ത്രി ശിവൻകുട്ടിയാണ് ഈ റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 1 രൂപ മുടക്കാതെ
1,220 കോടി രൂപയുടെ പ്രശസ്തിയും ക്രെഡിറ്റും അങ്ങ് ഡാവിൽ അടിച്ചെടുത്താൽ മറ്റുള്ളവർ സമ്മതിക്കുമോ? സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണമല്ലെങ്കിലും സ്വന്തം വകുപ്പിൽ നിന്ന് കൊടുത്ത പണമാണ് 80 കോടി രൂപ, തദ്ദേശ ഭരണ വകുപ്പ്. അപ്പോൾ അതിന്റെ മന്ത്രി അത് പെട്ടെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അതാണ് ഇവിടെ സംഭവിച്ചത്. ഈ സാഹചര്യത്തിലാണ് മന്ത്രിസഭയ്ക്കുള്ളിലെ ത്രയം, പാർട്ടിയിലെ അസ്വസ്ഥരായ ആളുകളുടെ കൂടിവരവുകൾ, ഇതൊക്കെ ചർച്ചാ വിഷയമാകുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിക്കേണ്ടതുണ്ട്. കുറുമുന്നണിയോ ഗ്രൂപ്പോ വിഭാഗീയതയോ പാർട്ടിക്കുള്ളിൽ നടത്തിയാൽ കുഴപ്പമില്ല, അത് പാർട്ടിയെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. പക്ഷെ സർക്കാരിൽ, മന്ത്രിസഭയിൽ ഒരു കുറുമുന്നണി അല്ലെങ്കിൽ ത്രയം, 3 പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ ഒരു പ്രത്യേക സംഘം മാറി നിന്ന് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നത് അത് ഗവൺമെന്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് നമ്മുടെ ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് മുഴുവൻ ജനങ്ങളുടെയും പ്രശ്നമാണ്. പാർട്ടിയിൽ അത്തരത്തിലുള്ള ത്രയങ്ങളോ മറ്റെന്തെങ്കിലും കൂടിവരവുകളോ ഉണ്ടാവുന്നത് പോലെ അല്ല സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു ത്രയം. 1967 അതാണ് സംഭവിച്ചത്. അത് മുന്നണിയിലെ പാർട്ടികൾ തമ്മിലായിരുന്നു. പക്ഷേ അക്കാലത്ത് ഒരു പാർട്ടി മന്ത്രിസഭാ യോഗം ബോയ്ക്കോട്ട് ചെയ്യുന്ന സ്ഥിതി പോലും ഉണ്ടായി. അതാണ് പറഞ്ഞത്, മന്ത്രിസഭ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതാ, കൂട്ടുത്തരവാദിത്വത്തോടുകൂടി മുന്നോട്ട് നീങ്ങേണ്ടതാ. ആ ഭരണ സംവിധാനത്തിൽ ത്രയം പോലെയുള്ള മറ്റ് ചിന്തകൾ കടന്നു വരുന്നത് രാജ്യത്തിന്റെ, സംസ്ഥാനത്തിന്റെ താല്പര്യത്തെയായിരിക്കും ബാധിക്കുക. ഈ ത്രയം എന്ന് പറയുന്നത് ഒരു തുടക്കമാണ്. ഇപ്പോൾ ഇനി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് വരിക. അപ്പോഴാണ് കൂടുതൽ അസംതൃപ്തരായ ആളുകൾ മുന്നോട്ട് വരിക. അപ്പോൾ ഈ ത്രയം എന്നുള്ള പേര് നമ്മൾ ഒന്ന് മാറ്റി പിടിക്കേണ്ടി വരും. ത്രയം എന്ന് പറഞ്ഞാൽ 3 പേർ മാത്രമാണല്ലോ. അതിൽ കൂടുതൽ ആളുകൾ വരുമ്പോൾ നമുക്ക് അപ്പോൾ മറ്റൊരു പേരിടാം.